ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ വന്നിട്ട് നമ്മുടെ ചിറാപുഞ്ചിയിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇവിടുന്ന് നാളെ രാവിലെ വെക്കേറ്റ് ചെയ്ത് നേരേക്ക് ഷില്ലോങ്ങിലേക്ക് പോകും. അതോടുകൂടി നമ്മുടെ ട്രാവൽ പാർട്ണറുടെ കൂടെയുള്ള ഒരു മേഘാലയ എക്സ്പ്ലോറേഷൻ കഴിയുകയാണ്. ഇനിയാണ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ യാത്രകൾ വരാനിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മളെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മേഘാലയയിലെ ഒരു അണ്ടർ റേറ്റഡ് ഒരു ഹിഡൻ ജമ്മൊക്കെ പറയാവുന്ന ഒരു വാട്ടർഫോളിനെ കുറിച്ചാണ്, ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇവിടെ എല്ലാം ഉണ്ടാകും, കുക്കിങ്ങും ട്രാവലിങ്ങും മസ്തിയും എല്ലാം. നമുക്ക് അങ്ങനെ ഇന്നതേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാം. ഈ ഫ്രൂട്ട്ഫോൾ വന്നിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കഷ്ടി ഒരു 1000 താഴെ മാത്രം റിവ്യൂസ് ഉള്ളൊരു സാധനമാണ്. അത് തന്നെ റേറ്റിങ്ങോ 4.7 ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ജസ്റ്റ് ആ ഫോട്ടോസൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോരം മനോഹരമാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറാപൂഞ്ചിയിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്ററും ഷില്ലോങ്ങിൽ നിന്ന് 50ഓളം കിലോമീറ്ററും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ എത്താം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജും ബ്ലൂ ലഗൂണിൻ്റെ ട്രക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അണഞ്ഞ് തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് എത്തി. പിന്നെ ഒരു ചിറാപുഞ്ചി ലോക്കൽ സൈറ്റ് സീയിങ്, ആ ഒരു സീരീസ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സീരീസിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഫ്രൂട്ട്ഫോൾ. അത് അതിൽ നമ്മുടെ ഐറ്റിനറിയിലില്ലായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ കിഷോർ ഭായ് പറഞ്ഞു, സാർ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് കയറി നോക്കാമെന്ന്. ഓൾമോസ്റ്റ് ലേറ്റായി. കാരണം ലേറ്റ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 4 മണി മറ്റോ ആയെന്ന് തോന്നുന്നു. ഏതാണ്ട് 4 മണിയോളം ആയി. നിങ്ങൾ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ മനസ്സിലാകും, ഇരുട്ടായി തുടങ്ങി. ഇവിടെ വന്നിട്ട് 5-5:30 മണിയാകുമ്പോൾ തന്നെ രാത്രിയായ പ്രതീതിയാണ്. അപ്പോൾ എന്തായാലും വണ്ടി നിർത്തി. ഞങ്ങൾ കരുതി ഇത് വലിയ കാര്യമൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ അധികം ആരും ഇറങ്ങുന്നില്ല, ഒന്നുമില്ലല്ലോ. എന്തായാലും കിഷോർ ഭായ് നിർത്തിയതല്ലേ, പറഞ്ഞതല്ലേ എന്ന സെൻസിൽ ഞങ്ങളങ്ങ് നടക്കാൻ തുടങ്ങി. ഗൈസ്, ഇത് വെള്ളച്ചാട്ടം മാത്രമല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ വഴികൾ മാർഡല്ല. ഒരു സർട്ടൻ പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴി കാണിക്കും. അതായത് സ്ട്രൈറ്റ് ആടും റൈറ്റിലേക്കും. ഞങ്ങൾ ഫസ്റ്റ് എടുത്തത് റൈറ്റ് ടേൺ ആയിരുന്നു. ഈ പോകുന്ന വഴി ആ ഒരു പോയിന്റ് എത്തുന്നവരേക്കും കല്ല് പാകിയ വഴികളാണ്. പക്ഷേ ആരോ മാർക്കുകളൊന്നും പ്രോപ്പറായിട്ടില്ല, സൈൻ ബോർഡുകളോ ഒന്നും നമുക്കവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അവിടെ എത്തി റൈറ്റ് ഡയറക്ഷൻ എടുത്തു. കുറേ മുന്നോട്ട് നടന്നു. ഈ നടക്കുന്ന സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, പുൽമേടുകളാണ്. ഒരു വെസ്റ്റേൺ കൺട്രീസിലെ ഒരു എത്തിയതുപോലെ, അല്ലെങ്കിൽ ഒരു യൂറോപ്പിലൊക്കെ പലപ്പോഴും കാണാൻ പറ്റുന്നേ നോക്കാത്ത ദൂരത്ത് കാണുന്ന പുൽമേടുകൾ എന്ന് പറയത്തില്ലായോ, അതാ നമ്മൾ കാണുന്നേ. പക്ഷേ ഈ മഴ സമയത്തൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി മനോഹരമായിരിക്കും. ഇപ്പോൾ തന്നെ എന്ത് രസമാണ് ഈ ഇരുട്ടത്ത് പോലും. ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ ചെന്ന് എത്തിയതോ എവിടേക്കാ, ഒരു വാട്ടർ പൂൾ സെറ്റപ്പാണ്. അതായത് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ, വാട്ടർ പൂളല്ലോ. നമ്മൾ എത്തിപ്പെട്ടത് ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ സംഭവത്തിലായിരുന്നു. അവിടെ ഇറങ്ങണമെങ്കിൽ അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 പയ്യന്മാരൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ടൂറിസ്റ്റുകളാകാം, ചിലപ്പോൾ ലോക്കൽസ് ആകാം, അറിയില്ല. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പക്ഷെ ഇത് ക്രോസ് ചെയ്യാനായിട്ട് മുള കൊണ്ടുള്ള ചെറിയൊരു പാലമൊന്നും പോലും പറയാനില്ല, ഒരു കമ്പ്, 1-2 കമ്പ് ചേർത്ത് വെച്ചിട്ട് സംഭവം കിടക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പേടി തന്നെ. കാലൊന്ന് വഴുക്കി കഴിഞ്ഞാൽ പണി കിട്ടി. അവിടെ ചെക്കന്മാർ നിൽക്കുന്നു, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അറിയാത്ത സ്ഥലം, വേറെ ടൂറിസ്റ്റുകളൊന്നും കാണാനില്ല. സോ ഞങ്ങൾ റിസ്ക് എടുത്തില്ല. വിഷമത്തോടെ സങ്കടത്തോടെ ഞങ്ങൾ പറഞ്ഞു, ടാറ്റ, നമുക്ക് പോകാം. അവിടെ കുളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ബാഡ് ലക്ക്, നമ്മൾ എത്തിയത് ലേറ്റായി. അപ്പോൾ മനസ്സിലായി, ഓക്കെ, നമ്മളവിടെ ഈ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വെള്ളച്ചാട്ടത്തിലല്ല എത്തിയത്. ഇനി തിരിച്ച് നടക്കുക. തിരിച്ചും ഞാനും രാമും കൂടിയിട്ട് കഥകൾ പറഞ്ഞ് ആ പുൽമേടുകൾ എത്ര കണ്ടിട്ട് മതി വരുന്നില്ലെന്നേ. ആ ഗ്രാസ് ലാൻഡ്സ് അത് കണ്ട് നമ്മൾ പതിയെ നടന്ന് ആ എൻ പോയിന്റിലെത്തി. നമ്മൾ ആ ഒരു എൻ പോയിന്റ് എന്ന് പറയാൻ ടേണിംഗ് പോയിന്റ്. അവിടെ നിന്ന് ചോദ്യം, ഓൾറെഡി ഇരുട്ടായി, എങ്ങോട്ടാണ് പോകണ്ടേ, തിരിച്ചു പോകണോ അത് വെള്ളച്ചാട്ടം കാണാൻ പോകണോ? അപ്പോൾ രാമു പറഞ്ഞു, വേണ്ട, നമുക്ക് പോകാം. എങ്ങോട്ടേക്കാണ്? വെള്ളച്ചാട്ടത്തിലേക്ക്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ആ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റീപ്പായിട്ടൊരു ചെറിയൊരു ഇറക്കം പോലെയാണ്. ആ പകുതി എത്തിയപ്പോൾ തന്നെ രാമു ടയേർഡായെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ലായിരുന്നു. ഇന്നലത്തെ ആ ട്രക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡബിൾ ഡെക്കറിൻ്റെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ അയാൾ കാലനങ്ങാൻ വയ്യ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ പോയി. പക്ഷെ അത് താഴെ വരെ എത്താൻ പറ്റില്ല. താഴെ വരെ എത്താൻ പറ്റാത്തതിന് കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നല്ല ഇരുട്ടായി തുടങ്ങി. ഞാനൊരു പകുതി എത്തിയപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒരു 2-3 പേര്, 3-4 പേരുണ്ടായിരുന്നു. കുറച്ച് പേര് ലോക്കൽസ് ഈ സ്മോക്ക് ചെയ്ത്, എനിക്ക് തോന്നുന്നു വീടാകണം, കഞ്ചാവാകണം, സ്മോക്ക് ചെയ്തിട്ട് അവർ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. മുകളിൽ രാമു ഒറ്റയ്ക്കാണ്. എനിക്ക് താഴേക്ക് പോകണമെന്നുണ്ട്. അതിൻ്റെ എക്സാക്ട്ലി ഒരു ഫുൾ വ്യൂ കിട്ടണമെന്നുണ്ട്. പക്ഷേ പേടി. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അവരെന്നെ പാസ് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ അതൊരു ഗട്ട് ഫീലിങ്സ് തോന്നും, ഇല്ല ഇത് ശരിയാകില്ല, തിരിച്ചു പോകണം, അയാളോട് ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് തോന്നലിൻ്റെ പുറത്ത്. പക്ഷെ ഞാൻ കാര്യം പറയാം, ഈ ഫ്രൂട്ട്ഫോൾ എന്ന് പറയുന്ന സംഭവം മസ്റ്റ് വിസിറ്റാണ്. നിങ്ങളൊരു ഡേ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രൂട്ട്ഫോൾ പോവുക, അവിടുന്ന് ആ വാട്ടർ പൂൾ, അല്ലെങ്കിൽ നമ്മുടെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുക. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച്, വാട്ടർ ഫോളിൽ കുളിച്ച് അടിച്ച് പൊളിച്ച് വരിക.
വർത്ത് വിസിറ്റാണ്. ആൻഡ് റേറ്റിംഗ്സ് കണ്ടു ഇപ്പം കുറച്ച് പേര് വരുന്നുള്ളൂ കണ്ടിട്ട് നിങ്ങൾ പോകാതിരിക്കേണ്ട. സൂപ്പർ പ്ലേസ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് റിഗ്രറ്റുള്ള സംഭവം. കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഗൈഡ് പോലെ നമുക്കൊരു കറക്റ്റ് സൈൻ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിൽ പോയ സമയത്ത് നമുക്ക് വാട്ടർഫോളിലേക്ക് നമുക്ക് വരാമായിരുന്നു, അവിടെ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാമായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ മേഘാലയ ഐറ്റിനറി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിറാപുഞ്ചിയിലേക്ക് എത്തുമ്പോൾ ടൗണിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ മാറിയുള്ള സ്ഥലം ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക. എൻട്രി ഫീസ് എല്ലാ സ്ഥലത്തെയും പോലെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അവിടെ കടകളുണ്ട്. നമുക്ക് എന്താ പറയുക, റോഡ് സൈഡിൽ തന്നെയാണ് കടകളുള്ളത്. കാരണം അവിടെ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് ഒരു ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വാഹനം എന്താ പറയുക, ഈ വാട്ടർ ഫോളിലേക്ക് ഇറങ്ങുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റീപ്പായിട്ട് ഒരു ഇറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വളരെ നൈസായിട്ടുള്ള വഴിയാണ്. കാരണം ഈ പരന്ന് കിടക്കുന്ന സമതല പ്രദേശം എന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി ഒരു സംഭവം. റിസ്ക് എലമെൻറ്റ്സ് ഇല്ല. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ഓർമ്മിക്കുക. എഗെയിൻ പറയുന്നു, നേരത്തെ എത്തുക, അത് എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, അവിടെ കുളിക്കുക. ഭയങ്കര റിഗ്രറ്റോടെ ഞങ്ങൾ സത്യത്തിൽ ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റി. രാമുവിന് ഈ വീഡിയോയിലുള്ള കണ്ടന്റ് അല്ലാണ്ട് അല്പം പോലും അയാൾക്ക് കാണാൻ പറ്റില്ല. പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ അത്രയും ഒരു 3500 സ്റ്റെപ്പ് കയറി ഇറങ്ങി നമ്മൾ തിരിച്ചെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അവിടുന്ന് പിന്നെയും നമ്മൾ ബ്ലൂ ലഗൂണിലേക്ക് പോയി. ഈ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, മേഘാലയ പ്ലേലിസ്റ്റ് കയറി നോക്കുക. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആകെ ടയർഡാകുന്നേ. ഇപ്പോൾ നമ്മൾ കേദാർനാഥിലൊരു വീഡിയോ ഞങ്ങൾ കിടപ്പുണ്ട്. കേദാർനാഥ് എന്തോ ഇതുപോലെയാണ്. തിരിച്ച് ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആകെ ടയർഡാവും. എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മുടെ ഗീവ് അവേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ നാളത്തെ ഗീവ് അവേ വിന്നർ കശ്യപായിരുന്നു. ഇത്തവണ നമ്മൾ വരുന്നത് ഒരു ഗിഫ്റ്റ് വൗച്ചറോടാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും സ്നേഹം മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒപ്പോൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സ്നേഹം മാത്രം. ലവ് യു ഓൾ. ബൈ. മറ്റൊരു വീഡിയോ കാണാം.